ഹായ്. ഇന്ന് പൊടിയെടുക്കണ എന്തിനാണെന്ന് അറിയാം. ഇന്നൊരു അവധി ദിവസമാണ്. ഇലക്ഷനൊക്കെ ആയത് കാരണം പൊന്നുവിന് ക്ലാസ്സൊന്നും ഇല്ല കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരു ചെറുകടി വേണമല്ലോ എന്നോർത്ത് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. ഉണ്ടാക്കണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. ശരിയാവോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു ചെരുവത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. 1.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. പൊടി അളന്നെടുത്ത് അതേ ഗ്ലാസ്സിന് തന്നെ 1.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. പത്തിരിയാണ് കേട്ടോ, പൊരിച്ച പത്തിരിയില്ലേ, അരിപ്പത്തിരി പൊരിച്ചത്, അതുണ്ടാക്കാനാണ്. 1.25 ഗ്ലാസ് വെള്ളം വെച്ചു. അത് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ടോ. നെയ്യ് ഇത്തിരി അധികമായിപ്പോയി, കാരണം പൊടി കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ. പിന്നെ തേങ്ങ, ചെറിയുള്ളി, ചെറിയ ജീരകം ഇത്രയും ചതച്ച് വെള്ളത്തിനകത്തിട്ട് ഉപ്പ് ഇട്ടിരുന്നിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ പൊടി വാട്ടിയെടുക്കുകയാണ്. ഞാൻ ആദ്യം ഭയങ്കര റിസ്ക്കാണ്, ശരിയാവില്ല എന്നൊക്കെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ചും കൂടിയാണ് ഉണ്ടാക്കണത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ. കരിഞ്ജീരകം വെള്ളത്തിലിടാൻ ഞാൻ മറന്നുപോയി. കരിഞ്ജീരകമല്ല, എള്ളിടാൻ വേണ്ടി മറന്നുപോയിട്ട്. അപ്പോൾ കരിഞ്ജീരകമോ എള്ളോ എന്തെങ്കിലും ഇടാവുന്നതാണ്. ഞാനിപ്പോൾ എള്ളാണ് ഇട്ടിരിക്കുന്നത്. എള്ളെന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എല്ലാം കൂടെ ചെറിയ ചൂടിനെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെറിയ പാത്രം എടുത്തുകൊണ്ട് എനിക്ക് അതിനകത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് തന്നെ അവിടെ ക്ലീൻ ചെയ്തിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇനി അത് പരത്തിയെടുക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ്, ഏകദേശം നമുക്ക് പരിപ്പ് ഷാർപ്പായിട്ടുള്ളൊരു ഗ്ലാസ് വേണമായിരുന്നു. അതിന് വേണ്ടി എടുത്തു വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മുത്തുമണി അത് കൈക്കലാക്കി. പിന്നെ ഞാൻ ചില്ലിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ട് എണ്ണയൊക്കെ പുരട്ടി കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് ഓരോന്നായിട്ട് പരത്തി പീസാക്കി ഒരു പ്ലേറ്റിലേക്ക് വെച്ച്, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല എളുപ്പമാണ് കേട്ടോ. മറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല എളുപ്പമാണ്, എന്നാൽ ടേസ്റ്റുമാണ്. നമുക്ക് ഇറച്ചിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊരിച്ച പത്തിരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് പൊരിച്ച് കോരാം. അതിനുവേണ്ടി ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ നല്ല ചൂടിനായിരിക്കുമ്പം ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല. അപ്പം പൊരിച്ച് ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരി എടുത്തിട്ടോ. ആദ്യം എൻ്റെ എന്ത് സാധനങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതും പൊന്നുമാണ് കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ പൊരിച്ച് കോരിയിട്ടുണ്ട്. മുത്തിന് കൊടുത്തു, മുത്തിന് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ചൂട് കാരണം ആദ്യം അങ്ങനെ വെച്ചതാണ്. അപ്പം പ്രതീക്ഷിച്ചതിലും എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.